ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഭീമൻ വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്ലവർ മേക്കിംഗ് ആണ്. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കി എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. ഈ ഒരു റോസാപ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് 5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിളും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്ത സർക്കിൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അകത്തോട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പോകാം. സംഭവം ഈ ഒരു ഫ്ലവർ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളിൽ പലർക്കും ഇതറിയാവുന്നതായിരിക്കാം. പക്ഷേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ പെർഫെക്ഷനിലാണല്ലോ കാര്യം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ സർക്കിൾ കട്ട് ചെയ്ത് സെൻട്രൽ പോർഷനിലോട്ട് എത്തി. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ റൗണ്ട്സും കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരേ ഡിസ്റ്റൻസിൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്ന സർക്കിളിൻ്റെ അകത്തോട്ട് ഒരേ ഡിസ്റ്റൻസിൽ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് വരച്ചതിന് ശേഷം സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്താലും മതിയാവും. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സർക്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എടുത്ത് ഇതുപോലെ അകത്തോട്ട് ചുറ്റി കൊടുക്കുക. ചുരുട്ടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ കൈ വെച്ച് ലെവൽ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഓരോ റോൾസിൻ്റെ അകത്തും സ്പേസ് വരാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അതിനകത്ത് സ്പേസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് മൊത്തത്തിൽ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മളിത് മൊത്തം ചുരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്കിളിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വന്ന പോർഷൻ ആയിരിക്കുമല്ലോ നമ്മളിതുപോലെ ചുരുട്ടിയെടുത്ത് കഴിയുമ്പോൾ ഏറ്റവും അടിയിൽ വരുന്നത്. അത് നമ്മളിതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ചുരുട്ടി വെച്ചതിൽ നിന്ന് നമ്മുടെ കൈ ഒന്ന് വിട്ടുകൊടുക്കുക. അപ്പോൾ നല്ല ലെയറായിട്ട് ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് ലഭിക്കും. അതിനുശേഷം നമ്മൾ ചുരുട്ടി പിടിച്ച സമയത്ത് നമ്മുടെ കൈൻ്റെ പ്രഷർ കൊണ്ട് ഏതെങ്കിലും പോർഷൻ ചുളുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ നിവർത്തി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റോൾ ചെയ്ത സമയത്ത് ഏറ്റവും അടിയിൽ വന്ന പോർഷനിലോട്ട് ഇതുപോലെ ഗമ്മ് തേച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഉള്ളിലുള്ള ഓരോ ലെയേഴ്സും ഗം ചെയ്ത് കൊടുത്ത ആ ഒരു പോർഷനിലോട്ട് ഒന്ന് ടച്ച് ചെയ്യുന്ന പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഓരോ ലെയറും എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നാൽ ശരി, മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും സൈനിങ് ഓഫ് ഫ്രം ഭീമൻ വീഡിയോസ്.